60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി, 70 രൂപയ്ക്ക് ഫിഷ് ബിരിയാണി, കാട ബിരിയാണി, 40 രൂപയ്ക്ക് ബിരിയാണി റൈസ്. ഇന്നത്തെ കാലത്തും ഈ ഒരു വിലയ്ക്കും കച്ചവടം ചെയ്യുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട്. അതുപോലത്തെ ഒരാളെയാണ് മീശക്കാരൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കഴിക്കാൻ വരുന്ന എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ കണ്ട് വയറ് നിറയെ ചെറിയ വിലയ്ക്ക് ബിരിയാണി നൽകുന്ന ഒരു ഉമ്മ. ചിക്കൻ എത്ര ചാർജ് ചെയ്യണേ? 60. ചിക്കൻ 60. മീനോ? മീൻ 70. 70 രൂപയോ? ശരിക്കും അതാണ് കൊടുക്കുന്നത് നമ്മള്. ഇത് നമ്മുടെ മീൻ ബിരിയാണി അല്ലേ? കാട 70. കാട 70. ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഈ വിലക്ക്? കഴിയും. ഉമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ? ഞാൻ മാത്രം. ഇതാണ് അപ്പം മീൻ ബിരിയാണി. അതായത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസും അതുപോലെ തന്നെ അതേണ്ടല്ലേ പൊരിച്ച മീനും ഉണ്ട്, നല്ല റൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചാർജ് ചെയ്യുന്നത് ഒരു 70 രൂപ മാത്രമേ ഉള്ളൂ. ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഒരു ചിരി മാത്രമാണ് നമുക്ക് സമ്മാനിച്ചത്. അതായത് അരിക്കും ചിക്കനും മീനിനൊക്കെ ഇന്നത്തെ കാലത്ത് എന്താ വില നിങ്ങൾക്കറിയാം. ഈ ഒരു സമയത്തും ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ഈ ഉമ്മയെ സമ്മതിച്ചേ പറ്റുള്ളൂ. ബിരിയാണി റൈസിന് 40 രൂപ, ചിക്കൻ ബിരിയാണിക്കോ വെറും 60 രൂപ. അതായത് ഒരു ചിക്കൻ പീസിന് 60 രൂപ ചാർജ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു ചിക്കൻ ബിരിയാണി ഇവിടെ നിന്ന് 60 രൂപയ്ക്ക് ഈ ഉമ്മ കൊടുക്കുന്നത്. അതും ചെറിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ റൈസ് കൊടുക്കുന്നത്. ഇവിടുത്തെ പ്രധാന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളാണ്. കുട്ടികൾക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പൈസ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അത്രയ്ക്കൊന്നും കാശുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നും ഈ വിലയ്ക്ക് നടത്തിക്കൊണ്ടു പോണത് എന്നാണ് ഉമ്മ പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു കച്ചവടക്കാരെ മീശക്കാരൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത് പൈസ മാത്രമല്ല, കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ വയറുകളും മനസ്സുകളും നിറയ്ക്കുക. ഭക്ഷണം കഴിക്കുന്നവരും ഹാപ്പിയാണ്, കൊടുക്കുന്നവരും ഹാപ്പിയാണ്. നമ്മുടെ കോഴിക്കോട് മുക്കം അഭിലാഷ് തിയേറ്ററിന്റെ നേരെ മുന്നിലാണ് ബിച്ചൂസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ കടയുള്ളത്. അപ്പൊ ഈ വഴി പോകുന്നവര് ഈ ഉമ്മയുടെ കടയിൽ ഒരു തവണയെങ്കിലും കയറാൻ ശ്രമിക്കണേ. അത് ആ ഉമ്മയ്ക്ക് ഒരു വലിയ സഹായമാവും. അപ്പൊ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.